বলে ডাক দিলে কেউ কমরের বলে ডাক, বুকের ভেতরে রক্তের ছলাতে ঢেউ ছলা ছলা। ബംഗാളിലെ തേഭാഗ പ്രക്ഷോഭത്തിന്റെ ആവേശത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയ ഒരു തലമുറയുടെ പ്രതീകമാണ് ബീണ അധികാരി. പതിറ്റാണ്ടുകൾ നീണ്ട പാർട്ടി പ്രവർത്തനത്തിനിടയിൽ പല സ്ഥാനങ്ങളും പദവികളും വഹിച്ചു. മഹിളാ അസോസിയേഷന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ. എന്നാൽ CPM ഇന്ന് ബംഗാളിൽ നേരിടുന്ന അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ ബീണ അധികാരി എന്ന മായുടെ മറുപടി ഇതാണ്. 6 साल तो एक था ज्योति बाबू मुख्यमंत्री, वर्ल्ड में मिलेगा नहीं, तब तो उन्हें छोड़ दिया. देखा ऐसे माफी होता, ये तो रोलिंग होता होएगा, रोलिंग होगा. तो अभी तो ऐसा ही है. तो हम तो गया नहीं, कहा हाँ गया नहीं, तो उसमें ही है. मरेगा तो इसमें ही मरेगा, जिंदा रहेगा तो इसमें ही जिंदा रहेगा. കേരളവുമായി സജീവ ബന്ധവും ബീണാധികാരിക്കുണ്ട്. EMSന്റെ ആരാധികയായ മാ കേരളത്തിൽ EMSന്റെ വസതിയും സന്ദർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പല നേതാക്കളും ഈ വസതിയിലുമെത്തി. ആൺമക്കൾക്ക് വിദ്യാഭ്യാസം നൽകുകയും പെൺകുട്ടികളെ കുടുംബത്തിൽ ഒതുക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയുടെ രക്തസാക്ഷി കൂടിയാണ് ബീണാധികാരി. അമ്മയാണ് ബീണാധികാരിയെ എഴുതാനും വായിക്കാനും അതുവഴി അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കാനും പഠിപ്പിച്ചത്. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ബീണാധികാരി. താൻ വിശ്വസിച്ചിരുന്ന പാർട്ടിയുടെ വേരുകൾ ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയെങ്കിലും തനിക്ക് പാർട്ടിയോടുള്ള ആത്മബന്ധം വിച്ഛേദിക്കാൻ ഇപ്പോഴും ഇവർ തയ്യാറാകുന്നില്ല. കൊൽക്കത്തയിലെ മഹാനിർമ്മാൺ റോഡിൽ നിന്നും ക്യാമറമാൻ സനോജ് കുമാർ വേപ്പൂരിനോടൊപ്പം D. ശ്രീജിത്ത്.